തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് CPIM. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് പരിശീലനത്തിനായി ഞായറാഴ്ച ശില്പശാല നടത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ശില്പശാല നടക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടുള്ള രൂപരേഖ അവതരിപ്പിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. അതിനുവേണ്ട ഒരുക്കങ്ങളിലേക്ക് CPIM കടക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് കീഴ്ഘടകങ്ങളിലേക്ക് നൽകുന്നത്? ഇതിനായി പ്രത്യേകമായി തയ്യാറാക്കുന്ന കർമ്മപദ്ധതികൾ എങ്ങനെയായിരിക്കും ശ്രീജിത്ത്? ശ്രീജിത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞപാടെ CPIM അടുത്ത തങ്ങളുടെ പാർലമെന്ററി ലക്ഷ്യത്തിലേക്ക് മുൻനിർത്തിയുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് പരിഹരിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു CPIM. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് CPIM കടക്കാൻ പോവുകയാണ്. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് പരിശീലനത്തിനായി ഞായറാഴ്ച ശില്പശാല നടത്തുന്നു. അതുപോലെ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പോകുന്നു. ശ്രീജിത്ത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത് തുടരാം. ശ്രീജിത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന അടുത്ത ലക്ഷ്യമൂന്നിയുള്ള പ്രവർത്തനം CPIM ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം ഉറപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച വിശദമായ ചർച്ചകളാണ് പാർട്ടി തലത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഞായറാഴ്ച തിരുവനന്തപുരത്ത് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുകയാണ്. AKG ഹാളിൽ നടക്കുന്ന ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതായത് തദ്ദേശഭരണ വാർഡുകളിൽ എങ്ങനെ വിജയം ഉറപ്പിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് സംബന്ധിച്ച ഒരു വിശദമായ രൂപരേഖ ഈ ശില്പശാലയിൽ അവതരിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറി അംഗങ്ങളുമാണ് ഈ ശില്പശാലയിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ തദ്ദേശ വാർഡിലും അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കായി കർമ്മപദ്ധതി തയ്യാറാക്കണമെന്ന നിർദ്ദേശമാണ് CPIM സംസ്ഥാന നേതൃത്വം നൽകാൻ പോകുന്നത്. ഇതിനായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ലഭിച്ച ആളുകളെ കൂടെ ഒപ്പം നിർത്താനുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ ഇനി സർക്കാരിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കാനുള്ളവർക്ക് അതിൽ നേടിക്കൊടുക്കൽ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കണമെന്ന തീരുമാനമാണ് CPIM സംസ്ഥാന സെക്രട്ടറിയിലുള്ളത്. ഇത് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിന്റെ ആദ്യപടിയാണ് ഞായറാഴ്ച നടക്കുന്ന സംസ്ഥാനതല ശില്പശാല. ഈ ശില്പശാലയ്ക്ക് ശേഷം ജില്ലാതലത്തിൽ താഴോട്ടും സമാനമായ തരത്തിലുള്ള റിപ്പോർട്ടിങ്ങും ഇടപെടലും ശില്പശാലകളും മറ്റും നടത്തുമെന്നാണ് CPIMന്റെ ഇപ്പോഴത്തെ തീരുമാനം. ശരി, ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുൾപ്പെടെ താഴെത്തട്ടിൽ പ്രചാരണം ശക്തമാക്കുക എന്നതുൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങളിലേക്ക് ഗൗരവത്തോടുകൂടി CPIM കടക്കാൻ പോകുന്നു. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് പരിശീലനത്തിനായി ഞായറാഴ്ച ശില്പശാല സംഘടിപ്പിക്കും. ശ്രീജിത്ത് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.